ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു റോൾ ചെയ്തുകൊണ്ട് പൊട്ടാറ്റോ വെച്ച് ചെയ്തുകൊണ്ടും ഇതിന് പൊട്ടാറ്റോ കേൾ റോൾ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ റവ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചൊന്ന് അല്ലെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പച്ചവെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായത് ഉരുളൻകിഴങ്ങാണ്. ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. 2 വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ റവയും 1 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു ചെറിയ പിടി മല്ലിച്ചപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഉണക്കമുളക്, പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. അത് 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ചാട്ട് മസാലയിൽ അത്യാവശ്യം ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡോ എടുത്തിട്ട് അതിൽ നിന്ന് പകുതി എടുക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പിലോ പത്തിരി പലകയിലോ ഇതുപോലെ പൊടി തടവി കൊടുത്ത് ഇതൊന്ന് പരത്തി എടുക്കണം. ഇത് നന്നായി നൈസാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അധികം നിൽക്കുന്നതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. ഇത് സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം വീതി കുറച്ച് റിബൺ പോലെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. വീതി കൂടുതലാവണ്ട, വീതി കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കാം. എന്നിട്ട് ആ റിബൺ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ നീർത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടാറ്റോയുടെ കൂട്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ വെച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതെല്ലതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണം. നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ കേൾ റോൾ സ്നാക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഇതിൽ ചാട്ട് മസാല ഒക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്ന് കരുതി ചാട്ട് മസാല കൂടുതലായിട്ട് ചേർക്കേണ്ട, പാകത്തിന് 1 ടീസ്പൂൺ കൂടുതൽ ചേർക്കേണ്ട, പാകത്തിന് ചേർത്താൽ മതി. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലൊരു വെറൈറ്റി വിഭവമായി വരുന്നതുവരേക്കും ബൈ.